ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് വയനാട് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിവിടെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിൻ്റെ ശേഷം പിന്നെ പോന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ചുരൽമല മേപ്പാടി റൂട്ടിൽ തന്നെയുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ 1000 ഏക്കർ റിസോർട്ട് സംരംഭം അവിടെ ഒരു പ്രൊജക്റ്റ് നടക്കില്ല, അവിടെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടേക്ക് പോണ റൂട്ട് ഒരു രക്ഷയില്ല, നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതിൻ്റെ അവിടുന്ന് 2 സൈഡും തേയിലത്തോട്ടേനി. പിന്നെ കുറച്ച് ഏരിയ ഉണ്ടേനി, അങ്ങോട്ട് കുറച്ച് ഉള്ളോട്ടേക്ക് പോകാനുണ്ടേനി. പോണ വഴിയിലുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ അവിടുത്തെ ടെൻറ്റുകൾ. അപ്പോൾ ഒരാൾക്ക് 1000 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പം നമുക്ക് ഒരു ദിവസം അവിടെ താമസിക്കുക. അപ്പോൾ ഒരാൾക്ക് 1000 ആണ്. അതിൻ്റെ മേലെ തന്നെ ബബിൾ റിസോർട്ടും ഉണ്ട്. അപ്പോൾ അതിന് വരുന്നത് ഒരു ദിവസത്തിന് 15,000. ഫാമിലിയാണ്, 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അതിന് 15,000 അങ്ങനെ എന്തോ ആണ് വരുന്നത് തോന്നുന്നു. അവിടെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. ഓരോ മുകളിലുള്ള റിസോർട്ടും കാര്യങ്ങളും അവിടെ സ്റ്റേ ചെയ്യാം നമുക്ക്. അല്ലാണ്ട് ഈ താഴ്ഭാഗത്ത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എന്തൊക്കെയോ കൺസെപ്റ്റ് കൊണ്ടുവരാനുണ്ട് തോന്നുന്നു. എന്തൊക്കെയോ അതിൻ്റെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാച്ചുറലായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് അവിടുത്തെ വീടാണെങ്കിലും നല്ലൊരു നമ്മളെ പരമ്പരാഗത രീതിയിലുള്ള അങ്ങനത്തെ സംഭവം അങ്ങനെയാണ് ചെയ്തു വെച്ചത്. വീടൊക്കെ ഓല മേഞ്ഞ അങ്ങനത്തെ വീടും അങ്ങനത്തെ ഇതാണ് അവിടെ ഉള്ളത്. ഓരോ കുടിലുകളായിട്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ അങ്ങനെ ഓരോ സെക്ഷനൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ കയറി വരുമ്പോൾ തന്നെ ബോച്ച് ഓരോ സൈക്കിൾ മേലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ സെൽഫി എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ
എന്താ ഏരിയ കേട്ടോ, ഡൈനിങ് ഏരിയ. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ അങ്ങനെ കയറിയില്ല കേട്ടോ. അപ്പോൾ ഒരു ബോബി ചെമ്മണ്ണൂർ ഒരു മാസത്തിലൊരിക്കലാണ് അവിടെ വരലെന്ന് പറഞ്ഞ്. പിന്നെ എന്താ ഞങ്ങൾ അതിൻ്റെ ചുറ്റുമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ കുറച്ച് അതിൻ്റെ റിസോർട്ടിൻ്റെ അവിടെയൊക്കെ കുറച്ച് ചുറ്റി കറങ്ങി അവിടെയൊക്കെ കണ്ട് പോന്നു. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡാട്ടോ ഇത്. പിന്നെ മഴക്കാലം അല്ലാത്തതുകൊണ്ടായിരിക്കും, വേനലിൽ വെള്ളം അധികം ഉണ്ടാവില്ലല്ലോ അവിടെ, അപ്പോൾ വെള്ളം കുറവാണ്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മളെ അബ്ദുൽ സലീമിക്കാൻ്റെ 1980s വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഉച്ച സമയമായതിനോട് നല്ല തിരക്കുണ്ടായിന്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പഴയ തറവാട്ടിലേക്ക് പോകണൊരു ഫീലാട്ടോ വരുന്നത്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ പത്തായം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഓരോ സെക്ഷൻ ആക്കിയിട്ടോ തിരിച്ചു വെച്ചത്. സംഭവം ഒരു പഴയ തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആട്ടോ. പിന്നെ പഴയ ഒരു പരമ്പരാഗത രീതിയിലുള്ള അങ്ങനെയാണ് എല്ലാം ചെയ്ത് വെച്ചത് അവിടെ. പിന്നെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾക്ക് മുകളിലാട്ടോ ഭക്ഷണം കഴിക്കാൻ ഏരിയ കിട്ടിയത്. മുകളിൽ നിന്ന് മരങ്ങളൊക്കെ കാഴ്ച നിൽക്കണ നല്ല ഭംഗിയുണ്ടായിന് കേട്ടോ. അവിടെ മുറ്റത്ത് തന്നെ ഒരു മൾബറി മരം ഉണ്ടായിന്. പിന്നെ അതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ. നമുക്ക് ഫാമിലി ആയിട്ട് വന്നാലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓടിട്ട വീടാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ സദ്യയാണ് ഓർഡർ ചെയ്തിനത്. സദ്യ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടോ.